നമ്മൾ ഷോഷാങ്ക് റിഡംപ്ഷൻ അങ്ങനെയുള്ള മൂവീസ് കൂടുതലും ഇംഗ്ലീഷ് മൂവീസ് കാണുമ്പോഴത്തേക്കും അതിൽ വരുന്നൊരു സംഭവമാണ് ഈ ഒരു ഹോപ്പിനെ കുറിച്ച് പറയുന്ന ഒരു ഡയലോഗ്സും കാര്യങ്ങളൊക്കെ. അതായത് ഹോപ്പ് എന്ന് പറയുന്നത് വളരെ അപകടം പിടിച്ചൊരു കാര്യമാണെന്ന് ആ ഒരു സിനിമയിൽ ഒരു ക്യാരക്ടർ പറയുന്നുണ്ട്. പക്ഷേ നമ്മളെ സംബന്ധിച്ച് ഹോപ്പ് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് കൂടുതൽ പ്രതീക്ഷ തരുന്ന ആ ഒരു സംഭവമാണെങ്കിൽ പോലും ആ ഒരു പ്രതീക്ഷയില്ലാതെ മുന്നോട്ട് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ് എൻ്റെ ഒരു ലൈഫ് എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഹോപ്പ് എന്ന് പറയുന്ന സംഭവം, ഇപ്പം നമ്മളൊരു പുതിയൊരു സ്ഥലത്തോട്ട് പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ജോലിക്ക് പോകുന്നു, അല്ലെങ്കിൽ പുതിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു, അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും വെഞ്ചേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ നമ്മളൊരു പുതിയ ഐഡിയ അത് പ്രോഡക്റ്റായിട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കുന്നു. അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ നമ്മൾ ലൈഫിൽ അങ്ങനെയുള്ള പല പല ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. അങ്ങനെ എടുക്കുമ്പോഴത്തേക്കും ഒരു ഹോപ്പ് എന്ന് പറയുന്നത് നമ്മളുടെ മുന്നിലേക്ക് പല രൂപങ്ങളിൽ വരാം. അത് മേ ബി ഒരു കൂട്ടുകാരൻ്റെ ആ ഒരു രീതിയിൽ വരാം, അല്ലെങ്കിൽ നമുക്കൊരു എക്സാമ്പിളായിട്ട് ഇപ്പം നമ്മളൊരു കമ്പനി ചെല്ലുമ്പോഴത്തേക്കും നമ്മൾ ജോയിൻ ചെയ്യുന്നത് നമ്മളുടെ എത്രാമത്തെ വയസ്സിലാണ്, അല്ലെങ്കിൽ ഒരു 25-24 വയസ്സിലാണ്. അതേ സെയിം സമയത്ത് ഒരു 35-40 വയസ്സിൽ ആ ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ടാവും, സെയിം സാലറി പാക്കേജിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങൾ. അപ്പം നമ്മൾ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല എന്ന് ഉറപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും ലേറ്റ് ആയിട്ടില്ല എന്ന് ഓർമ്മപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു എക്സാമ്പിളാണ്, ഒരു ഹോപ്പ് നമുക്ക് വേണമെങ്കിൽ അത് തരാം. അങ്ങനെയുള്ള പല പല സംഭവങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും അതിനുള്ള ഒരു റേ ഓഫ് ഹോപ്പായിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് വരാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേറ്റീവ് വരാം, നമ്മുടെ അങ്ങനെ പല പല സഹായങ്ങൾ, അല്ലെങ്കിൽ പല പല ഹോപ്പ്സ് നമ്മൾ ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ആളുകളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അങ്ങനെ ഒരു ഹോപ്പ് നമുക്ക് ഉള്ളതാണ്, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലും നടക്കുമെന്നുള്ളൊരു വിശ്വാസമാണ് നമ്മളെപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു റേ ഓഫ് ഹോപ്പ് എപ്പോഴും നമ്മളുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പുതിയ സംഭവം ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു ഹോപ്പ് ഇല്ലെങ്കിൽ നമുക്കത് മുന്നോട്ട് പോകാൻ ഭയങ്കര പാടാണ് എന്ന് തെളിയിക്കുന്ന പല പല സംഭവങ്ങൾ എല്ലാവരുടെ ലൈഫിലുണ്ടാവും. ഹോപ്പ് ഈസ് എ വെരി ബ്യൂട്ടിഫുൾ തിങ്, ഇറ്റ്സ് നോട്ട് എ ഡേഞ്ചറസ് തിങ് എന്നുള്ളത് എപ്പോഴും നമ്മൾ ആ ഒരു ലൈഫിൽ, നമ്മളുടെ മുന്നോട്ട് ഉള്ള ലൈഫിലാണെങ്കിലും ഇപ്പോഴുള്ള ലൈഫാണെങ്കിലും തെളിയിക്കുന്ന ഒത്തിരി സംഭവങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കും, നമ്മൾ അറിഞ്ഞുകൊണ്ടേയിരിക്കും. അതാണ് ഹോപ്പിൻ്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി.